പാകിസ്ഥാനും കത്തട്ടെ, പാകിസ്ഥാനും കത്തട്ടെ, കത്തട്ടെ, ഭീകര പതാക കത്തട്ടെ. കാശ്മീരിലെ ഈ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഭീകരഭൂതം വേണ്ടേ വേണ്ട. നമസ്കാരം. കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ തീവ്രവാദികൾ കശ്മീരിനെ ഉന്നം വെക്കുന്നത്. വിദേശികളടക്കം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭീകരവാദികൾക്കെതിരെ, ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അന്ത്യാഞ്ജലികളും അർപ്പിക്കപ്പെടുകയാണ്. നമുക്ക് ഏതാനും ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. കാശ്മീരിലെ ഈ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇത് കുറേ വർഷമായി നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ വിധ്വംസക പ്രവർത്തനം ഇനിയും വെച്ചു പൊറുപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള ഒരു ശക്തമായ ഒരു ഭരണകൂടം നമുക്കുണ്ട്. ആ ശക്തമായ ഭരണകൂടം അതിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഈ ഭീകരവാദ പ്രവർത്തനം ഇല്ലാതാക്കുമെന്ന് നമ്മുടെ പൊതുജനങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭീകരവാദിയും അതിർത്തി കടന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജനതയെ, പാവപ്പെട്ട നിരാലംബരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ വളരെ ക്രൂരമായി വധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ്. നമ്മുടെ രാഷ്ട്രത്തിനെതിരെ നടന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണ്. നമ്മുടെ രാഷ്ട്രം എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ മതങ്ങളെയും ഒരേപോലെ കണ്ട് ലോകത്തിന് മാതൃകയാക്കി വസുദൈവ കുടുംബകം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി വളർന്ന ഈ രാഷ്ട്രത്തെ മതത്തിൻ്റെ പേരിൽ തെരഞ്ഞു പിടിച്ചിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സ്വന്തം ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുമ്പിലൊക്കെ വെച്ചിട്ട് നിഷ്കരുണം വധിച്ചതിന് ശക്തമായിട്ട് നമ്മുടെ രാഷ്ട്രം തിരിച്ചടിക്കണം. അത് പാകിസ്ഥാന് മാത്രമല്ല, ലോകത്തെവിടെ നടക്കുന്ന തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കും ഉള്ള ഒരു താക്കീതായിരിക്കണം. ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, ഒരു ഉണർവിൻ്റെ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റിനെ മാറ്റണം.